ഹലോ മൈ ഡിയർ ഓൾ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. കാന്ത പോഹയാണത്. മറാഠിയിലെ കാന്ത എന്ന് വെച്ചാൽ ഉള്ളിയും പൊഹ എന്ന് വെച്ചാൽ അവിലുമാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് അവിലെടുത്തിട്ട് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുതിരുമ്പോഴേക്കും നമുക്ക് ഉള്ളിയും പച്ചമുളകും ഈ കൊറിയാണ്ടർ ലീവ്സും നമുക്ക് ചോപ്പ് ചെയ്ത് വെക്കാം കേട്ടോ. ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാതെ. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന അവിലുണ്ടല്ലോ, അത് തിക്ക് അവിലെടുക്കണം കേട്ടോ. ഇവിടെ 2 രീതിയിലുള്ള അവിലും കിട്ടും. തിക്ക് അവിലും കിട്ടും, പിന്നെ പരന്ന അവിലും കിട്ടും. പരന്ന അവിലെടുക്കുന്നത് നമ്മൾ വേറെ എന്തെങ്കിലും ഇങ്ങനെ ഫ്രൈ ചെയ്യാനുള്ള സ്നാക്സ് ഉണ്ടാക്കില്ലേ, അതിന് വേണ്ടിയിട്ടാണ് അതെടുക്കുക. ഈ ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് അതിന് നമുക്ക് ഉപ്മാവെന്നും പറയാമല്ലോ വേണമെങ്കിൽ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് തിക്കായിട്ടുള്ള അവിലായിരിക്കണം കേട്ടോ. പിന്നെ ഉള്ളി ഇതിന് കുറച്ച് കൂടുതൽ വേണം, കാരണം ഇതിൻ്റെ പേര് തന്നെ കാന്ത പോഹ എന്നല്ലേ. അപ്പോൾ ഉള്ളി കുറച്ച് അധികം വേണം. പിന്നെ ഈ ഉള്ളി ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുക്കാനും പാടില്ല കേട്ടോ. അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആവാനേ പാടുള്ളൂ. ഒരുപാട് വഴറ്റി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ആയി മാറും. ഇതിന് പിന്നെ വേറെ യാതൊരു സാധനവും ചേർക്കേണ്ട ആവശ്യമില്ല. വെജിറ്റബിൾ പോഹ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, അത് വേറെ രീതിയിൽ ഉണ്ടാക്കിയത്. ഇനി ഇത് രണ്ടും ഇടാതെ ഉണ്ടാക്കുന്ന പോഹയുണ്ട്. വെറുതെ നമ്മൾ നിലക്കടലയില്ലേ, നിലക്കടല വറുത്ത് ഒന്ന് പൊടിച്ചിട്ട് ക്രഷ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട്. അത് വേറൊരു രീതിയാണ്. അത് ഞാൻ പിന്നൊരിക്കൽ അത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാം. ഇപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു, ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. ഒരു സ്പൂണ് ജീരകവും പൊട്ടിക്കട്ടെ. അതിൽ ജീരകം പൊട്ടുന്ന സമയത്ത് ഈ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞത് അതിൻ്റെ അകത്തേക്ക് ചേർക്കാം നമുക്ക്. ചിലവർ ഇതിലൊരു നുള്ള മഞ്ഞപ്പൊടിയും കൂടി ചേർക്കുക കേട്ടോ. ഞാനിവിടെ മഞ്ഞപ്പൊടിയൊന്നും ചേർക്കണില്ല. ഞാനിങ്ങനെ വെള്ള നിറത്തിലുള്ള ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവണവർക്ക് അങ്ങനെ ഒന്ന് വഴറ്റിയിട്ട് അത് ഇങ്ങനെ ആയാൽ മതി കേട്ടോ. പിന്നെ നമുക്കതിൽ അവിലും ചേർത്ത് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെക്കുക, ഒന്ന് ആവി വരണ വരയ്ക്ക്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, എല്ലാവർക്കും പറ്റില്ലേ ഇതുപോലെ ഉണ്ടാക്കാൻ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഉപ്പ് എല്ലായിടത്തും പിടിക്കണ പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ഇളക്കണം കേട്ടോ, കാരണം ലൈറ്റായിട്ടൊന്ന് ഇളക്കണം. കാരണം ഇത് നനഞ്ഞ് കുതിർന്ന അവിലല്ലേ, പൊടിഞ്ഞു പോകരുത്. അങ്ങനെ അടച്ച് 2 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. 2 മിനിറ്റ് അവിടെ ഇരിക്കുമ്പോഴേക്കും അതിൻ്റെ മേലെ ആവി വരും. ആവി വന്നോണ്ടോ അത് നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിരിക്കണം. കണ്ടില്ലേ ഇപ്പോൾ ആ ഉള്ളിയും അവിലും ഒക്കെ കൂടി ഒരേപോലെ ആയിട്ടിരിക്കുന്നുണ്ട് കാണാനേ. ഇനി അതിനെ ഈ പാത്രമാകുമ്പോൾ എനിക്ക് കുടയാൻ സൗകര്യമാണ്. അപ്പം ഒന്ന് കുടഞ്ഞാൽ പൊടിഞ്ഞു പോയില്ല. അപ്പം ഇനി അതിൻ്റെ മേലെ കുറച്ച് നമുക്ക് മല്ലി ഇലയും കൂടിയിട്ട് തൂവിയിട്ട് പിന്നെ അഗൈൻ 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഈ സമയത്ത് വേണമെങ്കിൽ നാരങ്ങ നീരും ചേർക്കാം അതിൽ. ഞാനിപ്പോൾ അതിൽ ചേർക്കണില്ല, ഞാൻ തൈര് കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോണത്, അതുകൊണ്ടാണ് നാരങ്ങ നീര് ചേർക്കാത്തത്. വേണ്ടവർ അവരവരുടെ പ്ലേറ്റിൽ എടുത്തതിന് ശേഷം നമുക്ക് ചേർക്കാമല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.